സുഹൃത്തുക്കളെ എല്ലാവർക്കും നിലാവ് നക്ഷത്രം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വർഷ അരുൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കൃഷിക്കാർക്കും അതുപോലെ ഫ്ലവർ ഗാർഡൻസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ അടുത്തുള്ള വീടുകളിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ഈ പച്ചക്കറി കൃഷിയെക്കാളും കൃഷിയെക്കാളൊക്കെ കൂടുതലായിട്ട് വീടുകളിൽ വീട്ടമ്മമാർ ഏറ്റവും കൂടുതലായിട്ട് നോക്കുന്നത് ചെടികളാണ് അല്ലേ. ചെടികൾ മിക്കയിടത്തും ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഈ ചൂട് സീസണിൽ ചെടികൾക്കൊക്കെ അങ്ങ് ഭ്രാന്ത് പിടിച്ച് പൂക്കളിടുന്ന സമയമാണ്, അത്ര ഭംഗിയായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയും അതുപോലെ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയൊക്കെയുള്ള നല്ല അടിപൊളി ഒരു വളക്കൂട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ മാക്സിമം ചിലവ് ചുരുക്കിയല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുന്നത് അല്ലേ. അപ്പം വളരെ ചിലവെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ പൈസ നമുക്ക് കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനം വെച്ച് നല്ല ഫലപുഷ്ടിയുള്ള ഒരു ഫെർട്ടിലൈസർ നമുക്കിന്ന് റെഡിയാക്കാം. നമ്മൾ പച്ചക്കറികളായാലും ചെടികളായാലും ഒക്കെ ഈ നഴ്സറികളിലൊക്കെ നിൽക്കുന്ന കണ്ടാൽ നമ്മൾ അതിശയിച്ച് പോവും. അതിൻ്റെ ആ ഫ്ലവറിൻ്റെ ആ കളറും അതിൻ്റെ ആ ഫ്ലവറിൻ്റെ ആ ഇതളുകളുടെയൊക്കെ ആ തിക്നെസ്സും എല്ലാം കണ്ട് നമ്മൾ അതിശയപ്പെടാറുണ്ട്. പക്ഷേ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എന്നാ വളം ചെയ്താലും അത് കറക്റ്റായിട്ട് അത്ര ഇതായിട്ട് വരാറില്ല. ഇപ്പോൾ റോസ് ഫ്ലവർ ആണെങ്കിൽ തന്നെ അതിന് നഴ്സറികളിൽ നിൽക്കുമ്പം കിട്ടുന്ന അതിൻ്റെ ആ കളർ നമ്മൾ വീട്ടിൽ കൊണ്ടുവെക്കുമ്പം അത് കിട്ടാറില്ല, ആ ഡാർക്ക്നെസ് ഒന്നും വരാറില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ടാകും. അതുപോലെ നഴ്സറികളിലൊക്കെ നമ്മൾ ഡിസ്പ്ലേക്കൊക്കെ വെക്കും, പച്ചക്കറികളൊക്കെ വെക്കില്ല, എന്തുമാത്രം അത് കായ്ച്ചു നിൽക്കുന്നത് നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ അത്രയും ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ അവർക്കാണെങ്കിൽ അവർ അത്രയും ലാഭം ഉണ്ടാക്കുന്നത് ചിലവ് കുറച്ച് ആണല്ലോ അവരെല്ലാം ചെയ്യുന്നത്. വളങ്ങളായാലും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ഫലപുഷ്ടിയുള്ള വളങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് അങ്ങനെയുള്ള റിസൾട്ട് കിട്ടുന്നത്. അപ്പം നമുക്കൊരു നല്ലൊരു ടിപ്പ് കിട്ടിയിട്ടുണ്ട് അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഉള്ളിത്തോല് വെച്ചിട്ട് ഉള്ളിയുടെ സവോളയുടെയൊക്കെ തോല് വെച്ചിട്ട് ഒരു നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കി നമ്മൾ റെഡിയാക്കുവാണെങ്കിൽ പെട്ടെന്ന് ചെടികളൊക്കെ പൂടുകയും കായുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും അപ്പോൾ ഉള്ളിത്തോലൊക്കെ ലഭ്യത കുറവാണെങ്കിൽ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ കടലപ്പിണ്ണാക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ കപ്പലണ്ടി പിണ്ണാക്ക് എന്ന് പറഞ്ഞ സാധനം. ഇതിനാണെങ്കിൽ തുച്ഛമായ വിലയുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ റേറ്റ്, ഇതിപ്പം നമ്മൾ ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ടാണെങ്കിൽ 1 കിലോയ്ക്ക് ഒരു 60 രൂപയാണ് നമ്മളിവിടെയൊക്കെ ഇതിന് വിലയുള്ളത്. അതൊരു 1 കിലോ പോയിട്ട് ഒരു 1/4 കിലോ ഈ കടലപ്പിണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 100 ലിറ്റർ വളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ ചിലവ് കുറഞ്ഞ രീതി എന്ന് മാത്രമല്ല ഈസി മെത്തേഡുമാണ്. നമ്പർ 1 ഫെർട്ടിലൈസർ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയുകയും ചെയ്യാം. അതുപോലെ ഇതിൻ്റെ റിസൾട്ട് ആണെങ്കിലും അത്രയ്ക്ക് 100% നമുക്ക് ഉറപ്പായിട്ടുള്ള റിസൾട്ടാണ് ഇതിന് കിട്ടുകയും ചെയ്യുന്നത്. നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന മൂലകങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും. അതുകൂടാതെ 15ഓളം ഉപമൂലകങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടിയാൽ നമ്മുടെ ചെടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇതെല്ലാം നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു വളമാണ്, ഒരു സംഭവമാണ് നമ്മുടെ ഈ കടലപ്പിണ്ണാക്ക് എന്ന് പറയുന്നത്. ഈ കടലപ്പിണ്ണാക്കുകൊണ്ടുള്ള ഫെർട്ടിലൈസർ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, ഇത് ദ്രാവക രൂപത്തിലായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹര രൂപത്തിൽ ഉപയോഗിക്കാം. നമ്മൾ ദ്രാവക രൂപത്തിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല നമുക്ക് ഇതിനുള്ള സൂക്ഷ്മാണുക്കളുടെ അളവ് ഒത്തിരി കൂടുതലായിരിക്കും. എന്നാൽ ഖര രൂപത്തിലാണെങ്കിൽ അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നത് മാത്രമല്ല ഇത് നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മുടെ വേപ്പും പിണ്ണാക്കൂടെ മിക്സ് ചെയ്ത് വേണം നമുക്കിതിട്ട് കൊടുക്കാൻ. അപ്പം നമ്മളെ എക്സ്പെൻസും നമുക്ക് കൂടും. മാത്രമല്ല നമുക്ക് ഗുഡ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത് ദ്രാവക രൂപത്തിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പണ്ടുള്ള കൃഷിക്കാരൊക്കെ വരെ എൻ്റെ ചാച്ചനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കടലപ്പിണ്ണാക്ക് പൊടിച്ചിട്ട് കൊടുക്കും, ആട്ടും കാഷ്ടത്തിൻ്റെ കൂടെ പൊടിച്ചിട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പൂപ്പൽ പോലാവും. അങ്ങനെ നല്ലതായിട്ട് വിളവ്, കപ്പയ്ക്കും എല്ലാം ഇതിന് നല്ല വിളവ് കിട്ടുന്നത് ഇന്നും കൂടി എന്നോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് നമ്മളിപ്പോൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്, നമ്മളിത് ദ്രാവക രൂപത്തിലാക്കി. ഇത് പൊടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു, നമ്മൾ ഉരലിട്ട് പൊടിച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നതൊക്കെ എൻ്റെ ചാച്ച ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറയും. അപ്പം ഞാനിപ്പോൾ പറയുകയും ചെയ്തു നമ്മളിപ്പോൾ അങ്ങനെയല്ല, നമ്മളെ ഗാർഡൻ ഫ്ലവർ നഴ്സറി എന്നൊക്കെ ഇട്ട് നല്ലൊരു അറിവാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്തത്. എൻ്റെ ചാച്ചനോട് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് എന്ന്. ഇപ്പം നല്ല ഏരിയയിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഇത് 1 കിലോ ഒക്കെ എടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ല ലാവിഷായിട്ട് എല്ലാത്തിനും നമുക്ക് വളമായിട്ട് കൊടുക്കാൻ പറ്റും. അതിൽ ചെറുതായിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഇച്ചിരി ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട്, അതുപോലെ പച്ചക്കറികളും ഉണ്ട്. അപ്പോൾ എനിക്കതിനെല്ലാം കൂടി എനിക്കൊരു 250 ഗ്രാം പിണ്ണാക്ക് നമുക്ക് ധാരാളമാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒത്തിരി ഉണ്ടാക്കി വെക്കുന്നതിനേക്കാളും ഒരു 5 ഡേയ്സ് ഒരു 6 ഡേയ്സ് അല്ലെങ്കിൽ ധാരാളം മതി ഇത് റെഡിയാക്കി എടുക്കുന്നതിന്. അപ്പം നമ്മൾ അതിന് വേണ്ട ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം നമ്മളിത് ഷോപ്പിൽ നിന്ന് വാങ്ങാം കേട്ടോ. ഇത് എല്ലായിടത്തും കിട്ടും, എല്ലാ പലവ്യഞ്ജന ഷോപ്പിലും അതുപോലെ വളം കിട്ടുന്ന കടകളിലെല്ലാം നമുക്കിത് അവൈലബിൾ ആണ്.
ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് പുളിച്ച് വരുമ്പം നമുക്ക് അസാമാന്യ സ്മെല്ലടിക്കും എന്നൊരു സംഭവം മാത്രമുണ്ട്. നമ്മൾ അതിനായിട്ട് നമ്മൾ ഒരു ചെറിയ കാര്യം ചേർക്കാറുണ്ട്. നമ്മൾ ശർക്കരയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു 250 ഗ്രാം പിണ്ണാക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 50 ഗ്രാം ശർക്കര മതി നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്മെല്ല് കുറഞ്ഞ് കിട്ടും. മാത്രമല്ല ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. ഒന്നെങ്കിൽ ശർക്കര അല്ലെങ്കിൽ പുളിപ്പിച്ച മോര് അതിലെന്തായാലും മതി. അപ്പം നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനവും പെട്ടെന്ന് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. നമുക്ക് സ്മെല്ലും അത്രയും ഉണ്ടാകത്തില്ല. നമ്മൾ ഈ പിണ്ണാക്ക് കുറച്ച് വെള്ളത്തിൽ ഇത് മൂടി നിൽക്കുന്ന പോലെ വെള്ളത്തിലിട്ട് കുറച്ച് ഒരു 1-2 മണിക്കൂർ വെക്കുവാണെങ്കിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ അതിന് ശേഷം വേണം നമ്മളിത് അല്ലാതെ നമ്മൾ ആഡ് ചെയ്യാൻ. പ്രിപ്പയർ ചെയ്യുന്ന രീതി അങ്ങനെ നമ്മൾ കുതിർത്തെടുത്ത ഈ കടലപ്പിണ്ണാക്ക് ഇപ്പോൾ 250 ഗ്രാം കടലപ്പിണ്ണാക്കാണെങ്കിൽ അത് 5 ലിറ്റർ വെള്ളത്തിൽ വേണം നമ്മളത് മിക്സ് ചെയ്ത് വെക്കാൻ. അതിൻ്റെ കൂടെ ഒരു 50 ഗ്രാം ശർക്കര പൊടിച്ചുകൊണ്ടിട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു ബക്കറ്റ് അടപ്പുള്ള ഒരു ബക്കറ്റിൽ നമ്മൾ അടച്ചു വെക്കണം. സെക്കൻഡ് ഡേ ആകുമ്പോഴേ ഇത് നന്നായിട്ട് പുളിച്ച് വരും. നമ്മൾ ഈ കഞ്ഞിവെള്ളം പോലെ ഇങ്ങനെ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ചെടുക്കില്ലേ, അതുപോലെ ഇത് കഞ്ഞിവെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്യാം, പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്യാം. കൂടുതൽ ആൾക്കാരും മിക്കവരും കഞ്ഞിവെള്ളം ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും കിട്ടാൻ നമുക്ക് പാടില്ലേ. പുളിപ്പിച്ച് കഞ്ഞിവെള്ളം സാധാ കഞ്ഞിവെള്ളമായാലും അപ്പോൾ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്താലും യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. സെയിം എഫക്റ്റ് തന്നെ നമുക്ക് സെയിം ആയിട്ടുള്ള അത് ഫലം തന്നെയാണ് കിട്ടുന്നത്. നമ്മളിത് ഡെയിലി 2 തവണ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇല്ലെങ്കിൽ കുറഞ്ഞത് ഒരു സമയമെങ്കിലും രാവിലെയും വൈകിട്ടും ഇളക്കി കൊടുത്താൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ഒരു സമയമെങ്കിലും ഇളക്കി കൊടുക്കണം. അങ്ങനെ നേഴ്സറിക്കാരൊക്കെ പറയുന്നത് അവർ 5 ദിവസമൊക്കെ വെക്കാറുള്ളൂ മാക്സിമം എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ 10 ഡേയ്സ്. അപ്പോൾ അതിൻ്റെ ആ ഗുണം അത്രയ്ക്ക് ഇതായിരിക്കും. 10 ഡേയ്സ് ഒക്കെ വെച്ചാൽ നന്നായിട്ട് ഇത് പുളിച്ച് അത്യാവശ്യം നല്ല സ്മെല്ലൂടൊക്കെ വരാൻ സാധ്യത. 5 ഡേയ്സ് വെച്ചാലും അത് തന്നെ ധാരാളമാണ് കേട്ടോ. വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട. ഈ കടലപ്പിണ്ണാക്കും നമ്മുടെ ശർക്കരയും മാത്രം മതി. അങ്ങനെ 5 ഡേയ്സ് ആയതിനു ശേഷം നമ്മളിതെടുത്തിട്ട് അതിൻ്റെ തെളി നമ്മൾ ഊറ്റിയെടുക്കണം. അതിൻ്റെ അടിയിലെ ആ മട്ടി നമ്മൾ എടുക്കണ്ട, കാരണം അതിന് കട്ടി ഒത്തിരി കൂടുതലാണ്. അത് നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് വലിയ ഫുഡ് പ്ലാന്റ്സിന് കുറച്ചുകൂടെ വലിയ ഫുഡ് പ്ലാന്റ്സിനൊക്കെ മൂട്ടിൽ അത് ഇച്ചിരി തടവെടുത്തിട്ട് മാറ്റിയിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം. അതല്ല ഇതിൻ്റെ തെളിയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ 1 ലിറ്ററാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ എടുക്കുന്നതെങ്കിൽ അതിന് 20 ഇരട്ടി വെള്ളം കൂടെ നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടികളിൽ ഇത് ഉപയോഗിക്കാൻ. നമ്മുടെ ചെടികളുടെ വലുപ്പം അനുസരിച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. കൊച്ചു ചെടികളൊക്കെ ആണെങ്കിൽ നമ്മൾ 1 കപ്പൊക്കെ മാക്സിമം നമ്മൾ അതിൻ്റെ മൂട്ടിലൊഴിച്ച് കൊടുത്താൽ മതിയാവും. വലിയ പ്ലാന്റ് ആണെങ്കിൽ 5 കപ്പ് വരെ ഉപയോഗിക്കാം. അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതെല്ലാ ചെടികൾക്കും നല്ല ഒന്നാന്തരം വളമാണ്. പച്ചക്കറികൾക്കായാലും ചെടികളായാലും റോസാ ചെടി, ഓർക്കിഡ്, ആന്തൂറി ഇങ്ങനെയൊക്കെ വെക്കുന്നവരുണ്ടല്ലോ, അതിനൊക്കെ നല്ല വളമാണ്. ഫ്രൂട്ട് പ്ലാന്റ്സിനും നല്ല ബെസ്റ്റാണ്. അത് പെട്ടെന്ന് പൂടാനും അതിൻ്റെ നല്ല ഗ്രോത്തിനും ഒക്കെ ഇത് സഹായിക്കും. നമുക്ക് ഈ വളം 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാം. ചെടികൾക്ക് 2 ആഴ്ച കൂടുമ്പോൾ നമുക്കിത് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. നല്ല ഫാസ്റ്റായിട്ട് ഗ്രോത്ത് കിട്ടുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് അതിന് നേഴ്സറിക്കാരൊക്കെ റോക്കറ്റ് ഫെർട്ടിലൈസർ എന്നൊക്കെ അതിനെ പറയുന്നത് കേട്ടോ. അപ്പം ഞാനിത് ഉപയോഗിക്കാൻ പോകുന്നത് എൻ്റെ പച്ചക്കറി ചെടികൾക്കും അതുപോലെ എനിക്ക് ഇച്ചിരി പഴവർഗ്ഗങ്ങളിലെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അതിനുമാണ് ഞാനത് ഉപയോഗിക്കാൻ പോകുന്നത്. ഞാനത് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തേക്കുവാണ്. എന്തായാലും ഇത് 100% റിസൾട്ടാണ്, ഒരു ഡൗട്ടും വേണ്ട. ഈസി മെത്തേഡാണ്, വളരെ ചിലവ് കുറഞ്ഞ ഒരു കാര്യവുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ നമ്മൾ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ നെടുന്തൂണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.